ഹായ് ഓൾ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾ ഏറെ നാളെ കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കാർത്തിക മിസ് ആണ്. മിസ് ഇന്ന് രാവിലെ ഈ എക്സാം എഴുതിയ ആളാണ്. അപ്പോൾ നമുക്ക് മിസ്സിനോട് തന്നെ ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മിസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം വളരെ ഈസി ആയിരുന്നു. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് മിക്കവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം തന്നെയായിരുന്നു ഇത്. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസിനും ഈ എക്സാമിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 60 അല്ലെ 65 മാർക്സിന് മുകളിലോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും. വെയിറ്റേജ് ഒക്കെ എങ്ങനെയായിരുന്നു? വെയിറ്റേജ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ വെയിറ്റേജ് തന്നെയാണ്. ഊപ്സ്, CA, DBMS അങ്ങനെ എല്ലാ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് എക്സാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഏരിയ വന്നിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ പഠിച്ചിട്ടുള്ള സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മിസ് പറഞ്ഞത് കേട്ടില്ല. ഇപ്പോൾ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കിപ്പോൾ കട്ട് ഓഫ് എന്തായാലും ഒരു 60 അബോവ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അധികം നമ്മൾ കടക്കുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ അനാലിസിസ് ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മിസ് ഇനി കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട്, അതായത് ഇപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞു, അപ്പോൾ ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ പോയ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റുഡൻസിനായിട്ട് ഇനിയും നിരവധി അവസരങ്ങൾ കേരള PSCയിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ 442/2025 അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് BTech CS or IT or MSc in CS or MCA ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ്. പിന്നീട് 460/2025 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതും MCA or BTech IT or BTech CS ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നീട് 268/2025 ഡെപ്യൂട്ടി മാനേജർ IT, അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MCA or BTech IT or BTech CS or ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അതുപോലെ 5 years എക്സ്പീരിയൻസും അതിന് ആവശ്യമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മത്സ്യഫെഡിലേക്കാണ്. ഈ പറഞ്ഞ 3 പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതാണ്. ഇതിന്റെ എക്സാം സ്ലോട്ടും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ലോട്ട് വരുന്നത് മെയ് ജൂലൈ 2026 ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. വേറെ 3 പോസ്റ്റുകൂടെ വരുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4. അപ്പം ഉദ്യോഗാർത്ഥികളെല്ലാം അത് നോട്ട് ചെയ്തിട്ട് ഈ പറയുന്ന 3 തസ്തികകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് 609/2025 അതിൻ്റെ പോസ്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് മാനേജർ IT ആണ്. അത് മത്സ്യഫെഡിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാം സ്ലോട്ടും മെയ് ജൂലൈ 2026 അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മാനേജർ ITയുടെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് അതിലും വരുന്നത്. MCA or BTech IT or BTech CS, അതിന് 5 വർഷം എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇനി അടുത്ത് വരുന്നത് 614/2025 അസിസ്റ്റന്റ് മാനേജർ IT, അത് മത്സ്യഫെഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCA or BTech in IT or CS or ഇറ്റ്സ് ഇക്വലൻറ്റുകാർക്കും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതും മത്സ്യഫെഡിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാം സ്ലോട്ടും മെയ് ജൂലൈ 2026 വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 884/2025 അതായത് ട്രേഡ്സ്മാൻ ഇൻ CHM കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിലേക്കാണ് അടുത്ത പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് THLC ആണ്. അതുകൂടാതെ SSLC പ്ലസ് ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ എക്സാം സ്ലോട്ടും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലോട്ട് വരുന്നത് സെപ്റ്റംബർ നവംബർ 2026 അപ്പോൾ ഈ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ലൈവായിട്ടുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. 3 നോട്ടിഫിക്കേഷൻസ് ലൈവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സാംസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പം ലൈവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൂടാതെ ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വരാനുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻഫർമേഷൻ ടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻഫർമേഷൻ ടെക്നോളജി, ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതെല്ലാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ കോപ്പ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത്രയും നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ്.
അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് കേരള PSCയിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ RRB JEE വിളിക്കാറുണ്ട്. ഇപ്പം 2025 വിളിച്ച നോട്ടിഫിക്കേഷന്റെ എക്സാം നമുക്ക് ഡേറ്റ് വന്നു. അത് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി 19, 20, അതേപോലെ മാർച്ച് 3 അതിന്റെ CBT 1 നടക്കാൻ പോകുന്നത്. അതിന് അപ്ലൈ ചെയ്യാത്തവരും അതേപോലെ പുതിയതായിട്ട് 2026 RRB JEE നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് അതിന്റെ സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ റെയിൽവേയുടെ കലണ്ടറിൽ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം കേരള PSCയിലും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിലും നിങ്ങൾക്ക് നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ലൈവായിട്ടുള്ളതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ കഴിഞ്ഞു പോയെന്ന് ഓർത്ത്, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനെ ഓർത്ത് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതേ രീതിയിൽ തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷം തന്നെ 2026 തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. റീസെന്റ് ആയിട്ട് നടന്ന പല കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാംസിലും ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ് ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്നത്. അതിലൊരു പാർട്ടാവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.